മെസ്തൂസോയുടെ 5-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. റുഹാക്ഷണ പ്രാർത്ഥനയിലൂടെ അങ്ങനെ സമർപ്പിതമായിരുന്ന അപ്പവീഞ്ഞുകൾ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളായി രൂപപ്പെട്ട് വിശുദ്ധ കുർബാന അതിൻ്റെ പൂർണ്ണതയിലെത്തി. ഇനി ഈ തിരുശരീര രക്തങ്ങളുടെ സാന്നിധ്യത്തിൽ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും പ്രത്യേകമാവിധം പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും വിശുദ്ധ കുർബാന നിയോഗമായി ഏറ്റെടുത്ത് നടത്തുന്നവരെയും ഒക്കെയും ആ തിരുശരീര രക്തങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് പുരോഹിതൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന തുബ്ദേൻ പ്രാർത്ഥനയിലേക്ക്, മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ 3 തുബ്ദേനുകൾ ജീവിച്ചിരിക്കുന്നവരെയും പിന്നത്തെ 3 മരിച്ചുപോയവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. തുബ്ദേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നാൽ വീണ്ടും എന്ന അർത്ഥമാണ്. കാരണം സുറിയാനിയിൽ ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ ആരംഭിക്കുക തുബ്ദേൻ എന്ന പദത്തോടു കൂടിയാണ്. ആദ്യത്തെ 3 മധ്യസ്ഥ പ്രാർത്ഥനയിൽ ജീവിച്ചിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കാസായുടെ വക്കിൽ പുരോഹിതൻ ഓർക്കേണ്ട എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ട് കുരിശു വരച്ച് തിരുശരീര രക്തത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഓർക്കേണ്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നീടുള്ള 2 മധ്യസ്ഥ പ്രാർത്ഥനയിൽ 4, 5 തുബ്ദേനുകളിൽ പരിശുദ്ധ കന്യക മറിയാമിനെയും മാർ തോമാസ് ലീഹായെയും സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും 5-ാമത്തെ തുബ്ദേനിൽ നമ്മിൽ നിന്നും സഭയ്ക്ക് ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ വിശുദ്ധ പിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ പുരോഹിതൻ പീലാസായിൽ ഇവരുടെ പേരുകൾ ഉച്ചരിച്ചുകൊണ്ട് കുരിശു വരയ്ക്കുന്നു. 6-ാമത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കാസായിലും പീലാസായിലും തബ്ലീത്തായിലും ത്രോണോസിന്മേലും തക്സായിലും അതിനുശേഷം സ്വയം കുരിശു വരച്ചുകൊണ്ട് പുരോഹിതൻ വിശുദ്ധ കുർബാനയിൽ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട മരിച്ചുപോയ വിശ്വാസികളെ ഓർക്കുന്നു. വിശുദ്ധ കുർബാനയുടെ മറ്റൊരു മർമ്മപ്രധാന ഭാഗത്തിലേക്ക് ഇനി നാം പ്രവേശിക്കുന്നു. കണ്ണിപ്പിന്റെ ശുശ്രൂഷ. സമർപ്പിതമായിരിക്കുന്ന അപ്പവീഞ്ഞുകൾ, സാക്ഷാൽ തിരുശരീര രക്തങ്ങൾ, അവ ഗോകുൽത്തായിലെ കുരിശിൽ എപ്രകാരം മുറിക്കപ്പെട്ടുവോ അതുപോലെ തന്നെ മുറിക്കപ്പെടുവാൻ പോവുകയാണ്. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് ദേവാലയത്തിന്റെ തിരശ്ശീല ഇട്ടുകൊണ്ടാണ് ഈ ശുശ്രൂഷ നടത്തുക. തദവസരത്തിൽ അൻപുടയോനെ നിൻവാതിൽ എന്ന ഗീതം ആലപിക്കും. മറയിട്ടതിന് ശേഷം മദ്ബഹായ്ക്കുള്ളിൽ നിന്നുകൊണ്ട് രഹസ്യമായി പുരോഹിതൻ ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ മുഴുവനും അനുസ്മരിക്കുകയാണ്. ഇപ്രകാരമാണ് പുരോഹിതൻ തിരുശരീര രക്തങ്ങളെ മുറിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇപ്രകാരമാണ് പുരോഹിതൻ ചൊല്ലുക: വചനമായ ദൈവം ശരീരത്തിൽ ഇപ്രകാരം യഥാർത്ഥമായി പീഡ അനുഭവിക്കുകയും ബലിയായി തീർന്ന് കുരിശിൽ വെച്ച് ഖണ്ഡിക്കപ്പെടുകയും ചെയ്തു. ഇവ പറഞ്ഞുകൊണ്ട് തിരുശരീരം 2ആയി വിഭജിച്ച് തിരുരക്തത്തിൽ കലർത്തി ആ തിരുരക്തം തിരുശരീരത്തിന്മേൽ പുരട്ടി വിശുദ്ധ ബലിയെ അനുസ്മരിപ്പിക്കുകയാണ്. തുടർന്ന് വരുന്ന പ്രാർത്ഥനകളിൽ ആഴമായ ദൈവശാസ്ത്ര ചിന്തകളുടെ ധ്വനിയുണ്ട്. അവിടുത്തെ ശരീരം ആത്മാവിൽ നിന്ന് വേർപെട്ടെങ്കിലും ദൈവത്വം ആത്മാവിൽ നിന്നോ ശരീരത്തിൽ നിന്നോ വേർപെട്ടില്ല. അവിടുന്ന് കുരിശിൽ മരിച്ചു. ഇടത്തേതിനടുത്ത രീതിയിൽ നിന്നും വലത്തേതിലേക്ക് അവിടുന്ന് നമ്മെ തിരിച്ചു. സ്വരക്തത്താൽ അവൻ സ്വർഗീയരെ ഭൗമികരോടും സ്വജനത്തെ ജാതികളോടും ആത്മാവിനെ ശരീരത്തോടും യോജിപ്പിച്ച് സമാധാനം സ്ഥാപിച്ചതിനു ശേഷം വീണ്ടും 3-ാം ദിവസം ഖബറിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അമ്മാനുവേൽ ഏകനാകുന്നു. അവിഭാജ്യമായ യോജിപ്പിന് ശേഷം ഇരു സ്വഭാവങ്ങളും വേർപിരിയുന്നില്ല എന്ന വലിയ ദൈവശാസ്ത്ര ചിന്തകൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന പുരോഹിതൻ ഉരുവിട്ടുകൊണ്ട് അപ്പവീഞ്ഞുകളെ, ശരീരരക്തങ്ങളെ തിരുശരീരവും തിരുരക്തവും തമ്മിൽ കൂട്ടിക്കലർത്തി വിശുദ്ധ കുർബാന അനുഭവത്തിനായിട്ട് ഒരുക്കുന്നു.